ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഗ്രൂപ്പ് ഡി എക്സാമിനായിട്ട് നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും തുടങ്ങാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ കട്ട് ഓഫ് എത്രത്തോളം വരും, പ്രീവിയസ് ഇയർ കട്ട് ഓഫ് എത്രയായിരുന്നു എന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അതേ ടോപ്പിക് തന്നെയാണ്. നമ്മുടെ പ്രീവിയസ് ഇയർ കട്ട് ഓഫുകളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുകയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാമിന്റെ പാറ്റേൺ വരുന്നത് 90 മിനിറ്റ്സിന്റെ എക്സാം ആണ്. അതിൽ ജനറൽ സയൻസ്, മാത്തമാറ്റിക്സ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, ഇത്രയും ടോപ്പിക്സ് ആണ് വരുന്നത്. ഇവിടെ സയൻസിനും മാത്സിനും ഈക്വൽ വെയിറ്റേജ് ആണ്. ജനറൽ ഇന്റലിജൻസിന് 30 മാർക്കാണ്, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സിന് 20 മാർക്കാണ്. അങ്ങനെ 100 മാർക്കിന്റെ എക്സാം ആണ് ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. 90 മിനിറ്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിനായി കിട്ടുക. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സിലബസ് കവർ ചെയ്യുക. നമുക്ക് 2019 കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ ചെന്നൈ റീജിയനിൽ UR കാറ്റഗറിക്ക് വന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് 71.53 ആയിരുന്നു. അതേപോലെ മുംബൈ റീജിയനിൽ UR കാറ്റഗറിക്ക് വന്ന കട്ട് ഓഫ് 67.96 ആണ്. ബാംഗ്ലൂർ സോണിൽ UR കാറ്റഗറിയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 62.01 ആണ്. കൊൽക്കത്ത റീജിയനിൽ UR കാറ്റഗറിയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 80.57 ആണ്. നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാം 60 to 80 റേഞ്ചിലാണ് നമ്മുടെ കട്ട് ഓഫ് വന്നിരിക്കുന്നത്. 2022 കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ ചെന്നൈ റീജിയനിൽ നോർമലൈസ്ഡ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് 60.95 ആണ്. അതേപോലെ മുംബൈ റീജിയനിൽ വന്നിരിക്കുന്നത് 64.10 ആണ്. ബാംഗ്ലൂർ സോണിൽ വന്നിരിക്കുന്നത് 66.32 ആണ്. കൊൽക്കത്ത സോണിൽ വന്നിരിക്കുന്നത് 69.60 ആണ്. ഇവിടെ നമുക്കൊരു 60 to 70 റേഞ്ചിലാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. നമ്മുടെ ഒരു എക്സാമിന്റെ കട്ട് ഓഫിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ നമ്പർ ഓഫ് വേക്കൻസീസും നമ്പർ ഓഫ് ആപ്ലിക്കൻസും ആണ്. നമ്മുടെ 2019 ഗ്രൂപ്പ് ഡിയുടെ വേക്കൻസി എന്ന് പറയുന്നത് 60,000 ആയിരുന്നു. അതേപോലെ 2022 ഗ്രൂപ്പ് ഡിയുടെ വേക്കൻസി എന്ന് പറയുന്നത് 1 lakh പ്ലസ് ആയിരുന്നു. പക്ഷേ 2025 വരുമ്പോൾ നമുക്ക് 32,000 പ്ലസ് ആണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഇത് ഇൻക്രീസ് ചെയ്യുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു 80 to 85 റേഞ്ചിലെങ്കിലും കട്ട് ഓഫ് പ്രതീക്ഷിക്കാം. കാരണം വേക്കൻസി പ്രീവിയസ് ഇയറിനെ വെച്ച് നോക്കുമ്പോൾ നമുക്കിവിടെ കുറവാണ് വന്നിരിക്കുന്നത്. നമുക്കിനി കൂടുമെന്ന് പ്രതീക്ഷിക്കാമെങ്കിലും എത്രത്തോളം ആവുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഒരു 80 to 85 മാർക്ക് മുന്നിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. നല്ല രീതിയിൽ തന്നെ പഠിക്കുക. കാരണം നമുക്കറിയാം ജനറൽ സയൻസിന് 25 മാർക്ക്, മാത്സിന് 25 മാർക്ക്, ജനറൽ ഇന്റലിജൻസിന് 30 മാർക്ക്, ഇങ്ങനെയാണ്. അതിൽ സയൻസിനും മാത്സിനും ഒരു 23 to 25 തന്നെ സ്കോർ ചെയ്യാൻ ശ്രമിക്കണം. റീസണിങ്ങിന് മാക്സിമം മാർക്ക്, അതായത് 30 തന്നെ സ്കോർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. ഒരു ക്വസ്റ്റ്യനൊക്കെ ടഫ് ആയാലും ഒരു 28 to 29 എന്തായാലും കിട്ടണം. ആ രീതിയിൽ വേണം നിങ്ങളെ പ്രാക്ടീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ. നമുക്കറിയാം ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ഒരുപാട് വലിയൊരു ഏരിയ ആണ്. നമുക്ക് അവിടെ ഏത് ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ നമുക്ക് കറണ്ട് അഫയേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. 2024 എക്സാംസിൽ കറണ്ട് അഫയേഴ്സിനായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് വന്നിരിക്കുന്നത്. കാരണം കറണ്ട് അഫയേഴ്സിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് ഫോക്കസ് കൊടുത്ത് തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. ഗ്രൂപ്പ് ഡിയുടെ കേസ് വരുമ്പോൾ CBT 1 കഴിഞ്ഞതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് വരുന്ന ലെവൽ എന്ന് പറയുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ്. അതുകൊണ്ട് CBT 1 എക്സാം നോക്കുന്നത് പോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് നിങ്ങൾ തയ്യാറെടുക്കണം. കാരണം റിസൾട്ട് വന്ന് CBT 1 റിസൾട്ട് വന്നതിന് ശേഷം തയ്യാറെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഫിസിക്കലിന് ചിലപ്പോൾ നിങ്ങൾ ഫെയിൽ ആവും. അതുകൊണ്ട് ഗ്രൂപ്പ് ഡി CBT 1 തയ്യാറെടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ഫിസിക്കലിനും തയ്യാറെടുക്കേണ്ടതാണ്. ഗ്രൂപ്പ് ഡി എക്സാംസിന് ഫോക്കസ് ചെയ്യുന്നവർക്കായിട്ട് ഏണസ്റ്റ് അക്കാഡമി ഒരു ലേണിംഗ് എക്സ്പ്രസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 3 വീക്സുകൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി. അത് ഫ്രീ ക്ലാസ്സസ് ആണ് തികച്ചും നിങ്ങളിലേക്ക് എത്തുന്നത്. ഫ്രീ ക്ലാസ്സസ് മാത്രമല്ല, അതിൻ്റെ നോട്ട്സും ടെസ്റ്റ് സീരീസും നമ്മുടെ ബിഗ് ലേണിംഗ് ആപ്പിൽ അവൈലബിൾ ആണ്. ഇത് നിങ്ങൾ നന്നായി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ പഠനം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക. ടെസ്റ്റ് സീരീസുകൾ അറ്റൻഡ് ചെയ്യുക. അപ്പം എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ച് ഈ വർഷം തന്നെ ഒരു ഗവൺമെന്റ് ജോലി നേടാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.